പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാഴ്ച തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാണ്. കാരണം ഞാൻ ആരുടെയും കഞ്ഞിയിൽ മണ്ണിടാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആരും ചതിക്കപ്പെട്ടു പോകരുത് എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. കാരണം എനിക്ക് 2 ദിവസം മുമ്പുണ്ടായ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ, ഇതിന്റെ മുമ്പും 2 തവണ ഉണ്ടായ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ, എത്ര അനുഭവം കിട്ടിയാലും പഠിക്കാത്ത ഒരാളാണ് നമ്മൾ. ആ ഒരു വെളിച്ചത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോ ചെയ്യാൻ കാരണം ഈ കച്ചവടക്കാരന്റെ നമ്മളോടുള്ള ഒരു ബിഹേവിങ്ങിന്റെ ഭാഗമായിട്ട് മാത്രമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചത്. ഈ കാണുന്ന വണ്ടി ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് ഈ വണ്ടിക്ക് അടിയിൽ നല്ല പൊട്ടലുണ്ടായിരുന്നു. പക്ഷെ ആ പൊട്ടൽ അയാൾ അത് ഞാൻ ചോദിച്ചപ്പോൾ ഇയാൾ ആ വണ്ടി എടുത്ത് തിരിച്ചും മറച്ചെല്ലാം കഴിച്ചിട്ട് ഇയാൾ എന്തോ ഒരു എന്തോ സാധനം പോലത്തെ ഒരു ഒട്ടിച്ച് അത് മറച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളത് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അത് അടർന്നു വരുന്നുണ്ട്. പക്ഷെ അത് അയാൾ കാണിക്കുന്നതിന് അയാൾ സർക്കസ് എല്ലാം കളിച്ച് ഒരു കവറിലാക്കി ഇതാക്കി പിന്നീട് അയാളെ ഭാഷയിൽ നമ്മൾ എന്തൊക്കെ വിളിക്കാൻ പറ്റും അതൊക്കെ വിളിക്കുക. പക്ഷെ ക്യാമറ എടുത്തപ്പോ മൊബൈൽ സുന്ദരനായി ചിരിച്ചിട്ട് എന്തൊക്കെയോ പറയുക ആൾക്കാർക്കറിയാം. ആ നിൽക്കുന്ന സ്വാമിയെല്ലാം കേട്ടിട്ടുണ്ട്. അപ്പോൾ തൊട്ട മുമ്പിൽ തന്നെ കടകൾ, നല്ല ടോയ്സ് വിൽക്കുന്ന, നല്ല ക്വാളിറ്റി ടോയ്സ് വിൽക്കുന്ന കടകളുണ്ട്. അവിടെയും ഈ വിലക്ക് സാധനം കിട്ടും. പക്ഷെ നമുക്കൊക്കെ ഒരു അന്യ സംസ്ഥാനക്കാരൻ ഒരു സാധനം നിരത്തി വെച്ചാൽ അവനെന്താ വില കുറവുണ്ട് അങ്ങ് വാങ്ങാന്നുള്ളത്. പക്ഷെ ആ ധാരണ മിഥ്യാധാരണ. കാരണം കടയിൽ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇതിനേക്കാളും കുറവിൽ കിട്ടും. ഇതിലിപ്പോ 400 രൂപയാണ് ആ വണ്ടിക്ക് പറഞ്ഞത്. 250 രൂപ ഞാൻ തരുമെന്ന് ചോദിച്ചപ്പോൾ അയാൾ 300 ലാസ്റ്റ് തരണം. 300 ഒരു ക്വാളിറ്റി ആ വണ്ടിക്കില്ല. ഒന്നത്. രണ്ടാമത്തത് അതിനകത്തില്ലാത്ത ചെളികളും പൊടിയും ഒക്കെ ഉണ്ട്. ഇവരെവിടെയൊക്കെ കൊണ്ടിട്ട് വൃത്തിഹീനമായ സാഹചര്യത്തിൽ കൊണ്ടിരുന്ന ഒരു സാധനമാണ് ഈ ബക്കറ്റ് വെയിലത്തിട്ട് 4 ദിവസം വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പൊട്ടൽ വരും. ഈ ചെയറും അങ്ങനെ തന്നെ. ചെയർ എനിക്ക് അനുഭവമുള്ളതാണ്. കൽപ്പത്തൂരിന് ചെയർതാ. ഈ വണ്ടിയുടെ പൊടി കണ്ടെങ്കിൽ ഫുള്ള് പൊടി പിടിച്ചെടുക്കുന്ന ഒരു വണ്ടി അത് എടുത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മളെ കുട്ടിയെ കൊടുക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ ക്വാളിറ്റി. ഇതൊക്കെ നമ്മൾ കുട്ടിയെ കൊടുക്കുന്നത്. ഒന്ന് അത്. രണ്ടാമത് ഇത് പരിസ്ഥിതിക്കും വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. ഇതൊരു പഴയ സാധനം വിൽക്കുന്ന പീടിയെ കൊണ്ട് തോല് എടുക്കുകയും ഇത് ലോ കോസ്റ്റ് പ്ലാസ്റ്റിക്കാണ്. ഇത് നമ്മൾ അവിടെ കിടന്ന് ദവിക്കാതെ നാശിച്ചു പോകും. ഇത് പരിസ്ഥിതിക്കും പ്രയാസം ഉണ്ടാക്കുന്ന സാധനമാണ്. ഇതൊക്കെയാണ് നമ്മളെ തെരുവിൽ കൊണ്ടുവന്ന് ഇവര് വിൽക്കുന്നത് ഈ അന്യ സംസ്ഥാനക്കാർ. അതുകൊണ്ട് ഞാൻ ആരെയും എന്താ പറയാ മണ്ണിടാൻ വേണ്ടിയിട്ടൊന്നുമല്ല. പക്ഷെ ഇയാൾ വളരെ മോശമായിട്ടുള്ള പെരുമാറ്റം. അങ്ങനെ ഉണ്ടെങ്കിൽ അയാളത് പറഞ്ഞു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ ആ വണ്ടി വാങ്ങിപ്പോകും. അപ്പുറത്തും ഇതുപോലെ ഒരു പൊട്ടലുള്ള വണ്ടി ഉണ്ടായിട്ട് നല്ലൊരു വണ്ടി വാങ്ങാൻ വെച്ചിട്ടാണ് ഇപ്പുറത്തേക്ക് വന്നത്. അപ്പൊ അപ്പുറം വെക്കുന്ന കച്ചവടക്കാരനത് ഇപ്പുറം വെക്കുന്നതൊക്കെ ഇവരെ ഒന്നു തന്നെയാണ്. ക്വാളിറ്റി കുറഞ്ഞ ഒരു സാധനമാണ് ഇവർ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് ഒരു സ്പീക്കർ ഉള്ള വണ്ടി ഉണ്ടായിരുന്ന വിലകയിൽ ആ സ്പീക്കറുള്ള വണ്ടി നിങ്ങൾ വാങ്ങാൻ നിൽക്കണ്ട. വീട്ടിൽ പോയാൽ ആ സ്പീക്കർ ഒന്നും വർക്ക് ചെയ്യൂല. അത് അനുഭവം ഉള്ളതാണ്. ഞാൻ കർണാടകയിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു സാധനം വാങ്ങി വീട്ടിൽ വലിയ ആശ്ചര്യത്തോടെ കൊണ്ട് പിന്നെ എന്താ പറയുക പെൺഡ്രൈവെല്ലാം കുത്തിയിട്ട് അത് വർക്ക് ചെയ്തില്ല. നമ്മൾ പിന്നെ വയനാട്ടിൽ നിന്നായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. തിരിച്ച് നമുക്ക് അത് മാറ്റാൻ വേണ്ടി വയനാട് പോകാൻ പറ്റുകയില്ല. അപ്പൊ ഇവർ യാത്രക്കാരെയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. കാരണം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചാരും ഒരു യാത്രക്കാരൻ കൊണ്ടേ കൊടുക്കൂല. അതായത് നാട്ടുപുറത്തെ കടക്കാരോടെ വാങ്ങിയതെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടേ കൊടുത്ത് നമ്മളെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറയാൻ പറ്റും. ഈ കസേര തന്നെ ശരിക്കും കാല് പൊട്ടി നമ്മൾ വീഴാനുള്ള എല്ലാ സാധ്യതയുണ്ട്, വീണിട്ടുമുണ്ട്. അപ്പൊ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കുക. ഇത്തരം കച്ചവടക്കാർ കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ട് നോക്കിയിട്ട് വാങ്ങുക. ഓക്കെ.